എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ലൂവിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ ഷവർമയാണ്. ഇതിലിപ്പോൾ നമ്മൾ മയോണൈസ് ഒക്കെ ഇട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡിൽ ഇതിൽ ശരിക്കും ഹമ്മൂസ് വെച്ചിട്ടാണ് ഷവർമ തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മസാല ചിക്കനിൽ യൂസ് ചെയ്തിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ മസാലയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും നമുക്ക് താല്പര്യമുള്ള മസാലകൾ മിക്സ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ മയോണൈസിൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അത് വേണ്ടി നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് നമുക്ക് മയോണൈസ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുബൂസും ഷവർമയും തയ്യാറാക്കുന്ന സിമ്പിൾ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ചിക്കൻ ഷവർമ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുബൂസ് തയ്യാറാക്കുകയാണ്. കുബൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈസ്റ്റ് പുളിപ്പിക്കാൻ വയ്ക്കുകയാണ്. അതിനായിട്ട് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് എടുത്ത് നമ്മൾ ഒരു ബോളിലേക്ക് ഇട്ടു. വളരെ ചെറിയ ബോളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അത്രയും തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. അല്പം വെള്ളം, ഇളം ചൂടുവെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം കുറച്ച് കൂടുതലാണ്. കറക്റ്റായിട്ട് ഈസ്റ്റ് പുളിക്കാവുന്ന രീതിയിലുള്ള പകുതി, ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ കുഴയ്ക്കാൻ വേണ്ടിയാണ് അല്പം വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പുളിക്കാനായിട്ട് ഒരു മണിക്കൂറോളം വേണ്ടി വരും. ഇപ്പോൾ നല്ല രീതിയിൽ പുളിച്ച് വരാനായിട്ട് അത് നല്ല രീതിയിൽ പുളിച്ച് ശരിക്കും വന്നു കഴിയുമ്പോൾ ബൗളിലേക്ക് ഒരു 2 കപ്പോളം മൈദ ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈസ്റ്റ് നല്ലോണം പുളിച്ച് വന്നിട്ടുള്ള ഈസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് വെള്ളം, അല്പം വെള്ളം, ഒരു കപ്പിൽ ഇപ്പോൾ നമ്മൾ 2 കപ്പ് മൈദയ്ക്ക് നമ്മളൊരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കുഴയ്ക്കുന്ന പരുവം ചപ്പാത്തിയും പൊറോട്ടയും കുഴയ്ക്കുന്നതിലും അല്പം കൂടി ലൂസായിട്ട്, അല്പം വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, ഇത്തിരി വെള്ളം കൂടുതലായിരിക്കും ഇതിൽ. ഇനി ഇതിനെ നമ്മൾ അല്പം കൂടി മൈദയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും മൈദ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ല രീതിയിൽ ശരിക്കും നമ്മൾ കുഴച്ചെടുക്കും. ഇതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മൾ ശരിക്കും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മോൾ ഭാഗം നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കും. ശരിക്കും മാവ് കുഴഞ്ഞാൽ മാത്രമാണ് മുകളിലൊട്ടും ഇതേപോലെ ഒരു ഫ്രഷായിട്ടിരിക്കാതെ വളരെ നൈസായിട്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മളിതിനെ പുളിക്കാൻ വയ്ക്കുകയാണ്. ഇതിൻ്റെ പുറത്തെ ലെയർ നല്ല ഗ്ലേസിങ് ആവുന്ന വരെ നമ്മളിതിനെ കുഴയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മാവ് ശരിക്കും നല്ല രീതിയിൽ മിക്സായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ആ ഭാഗത്ത് അല്പം ഓയിൽ പുരട്ടി അതിനെ മാവ് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇതിൽ നമ്മൾ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം നമ്മളിതിന് മാവിനെ പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. പുളിച്ച മാവ് നമ്മൾ ചെറിയ ബോളുകളാക്കി പിടിക്കുകയാണ്. ചപ്പാത്തിയിലും കുറച്ചും കൂടി വലിയ ബോളായിട്ടാണ് നമ്മളിത് പിടിക്കുന്നത്. ഒരു 8 ബോളോളം നമ്മൾ പിടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും നൈസായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഇതായിട്ട് 2 ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്പം കട്ടിയായിട്ട് തന്നെയാണ് ഇത് പരത്താൻ. നമ്മൾ ആകെ ഒരു 3 ഷവർമ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കുബൂസ് നമ്മൾ കൂട്ടി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതും ഒന്ന് ജസ്റ്റ് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒരു 15 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്, 10-15 മിനിറ്റ് നമ്മളിതിനെ പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇത് പുളിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പിടിച്ച ബോൾ ആദ്യം എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ അധികം വലിപ്പമില്ലാതെ നല്ല തിക്കായിട്ട് തന്നെ, ഇതിൻ്റെ സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരത്തുന്നത്, നടുഭാഗമല്ല, സൈഡ് ഭാഗം കുറച്ച് നമ്മൾ പരത്തി മാറ്റി വെച്ച്, ഇത് നമ്മൾ പരത്തുന്ന സ്പീഡ് പോലെ വേണം നമ്മൾ ഈ സാധനം ചട്ടി ചൂടാക്കാൻ വയ്ക്കാൻ. നമുക്ക് പരത്താൻ ഒരുപാട് സമയം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് വെച്ചു, പിന്നെ അത് മാറ്റി വെച്ചാൽ അതിന് വെള്ളം ഒലിച്ച് പിന്നെ ഇതിന് ഷേപ്പായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് പരത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് തവ ഓണാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ തവ ചൂടാക്കാൻ വെച്ചു, എന്നിട്ടാണ് നമ്മൾ പരത്തി മാറ്റുന്നത്. നമ്മുടെ ഓരോന്നായിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ചൂടായ പാനിലേക്ക് നമ്മൾ കുബൂസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ എയറും ചൂടും അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് ശരിക്കും അത് പൊന്തി വരുന്നത്. നമ്മൾ എയർ കയറുന്നതനുസരിച്ച് ശരിക്കും ഞെക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കുബൂസ് ശരിക്കും പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ലെയറോട് കൂടി തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ നല്ല ചൂടിലാണെങ്കിൽ മാത്രമാണ് ഈ സാധനം ഇങ്ങനെ കിട്ടുകയുള്ളൂ. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇത് ശരിക്കും കുക്ക് ചെയ്തെടുക്കണം. മൈദയായതുകൊണ്ട് നല്ലോണം കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടിൽ നമ്മൾ ശരിക്കും കുബൂസ് വേവിച്ചെടുത്തു. ഫുള്ള് ഇപ്പോൾ 8 പീസ് തന്നെ ഇപ്പോൾ തന്നെ ചുട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ തയ്യാറാക്കുകയാണ്. ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുകയാണ്. അതിന് മസാല ഇടുന്നതിനായിട്ട്
ഒരു 300 പീസോളം ചിക്കൻ ബോൺലെസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു. ലൈറ്റ് മസാലയാണ് നമ്മൾ ഇതിലിടുന്നുള്ളൂ. ഒരുപാട് മസാല, ഗരം മസാല അങ്ങനെയുള്ള ഒന്നും ഇടുന്നില്ല. അല്പം കുരുമുളക്, ഒരല്പം ജീരകത്തിൻ്റെ പൊടി, ഇത്രയും സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തൈര് ഒഴിച്ചു കൊടുത്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ചിക്കൻ ഇങ്ങനെ എടുക്കണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നടുഭാഗം കട്ട് ചെയ്താൽ പെട്ടെന്ന് അത് കുക്കാവാൻ എളുപ്പമായിരിക്കും. നമ്മളിത് നല്ലോണം ചൂടായ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബ്രസ്റ്റ് പീസ്, ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ മാരിനേറ്റ് ചെയ്താൽ ഒരു 10-15 മിനിറ്റോളം വച്ച ചിക്കനാണ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മസാലയിൽ നമ്മൾ തൈര് ഒഴിച്ചിട്ടില്ല, നാരങ്ങയാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്ലേവറിലുള്ള മസാല ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഗരം മസാല വേണ്ടവർ ഗരം മസാല ചേർക്കാം, പെരുംജീരകത്തിൻ്റെ പൊടി, അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള ഫ്ലേവർ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് ഇതൊരു 10-15 മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടും. അടച്ചു വയ്ക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. ഇപ്പോൾ ഓപ്പണായിട്ട് തന്നെ വേവിക്കുന്നത്, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ മയോണൈസ് തയ്യാറാക്കുകയാണ്. നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ വെജിറ്റബിൾസ്, ചിക്കൻ മിക്സ് ചെയ്യുന്ന ഈ വെജിറ്റബിൾ നമ്മൾ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ടി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുക്കുംബർ ഇടാം, സവാള വേണമെങ്കിൽ സവാള ഇടാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചിക്കനെ വളരെ ചെറിയ പീസുകളാക്കി നീളത്തിൽ കട്ട് ചെയ്തു. ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ വരഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾ പോലെ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ അത് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും വലിയ പീസായിട്ടാണ് ചിക്കൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ, നല്ല ഒരു വാസന വരുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ മയോണൈസ് മിക്സ് ചെയ്ത് ഈ ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. മയോണൈസിന് അല്പം ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് നമ്മൾ ഏറ്റവും അവസാനം ചിക്കനിലും എല്ലാത്തിനും ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസ് തയ്യാറാക്കി നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിതിനെ കുഴച്ചെടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങ നീരും ചേർക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇതിൽ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഷവർമയുടെ മിക്സ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ചിക്കനും വെജിറ്റബിളും മയോണൈസും, ആ മസാല ചിക്കനിൽ മസാല ഉള്ളതുകൊണ്ടാണ് അതിന് ആ ടേസ്റ്റ് അതിന് കിട്ടും. ഇനി നമ്മൾ കുബൂസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതിനെ ഫില്ല് ചെയ്യാണ്. ഒരു കുബൂസ് എടുത്ത് ഇതിൽ ശരിക്കും നമ്മൾ നല്ല കുബൂസ് നല്ല സോഫ്റ്റായിട്ടാണ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്റ്റഫിങ് പുറത്ത് പോകാണ്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളതിൻ്റെ കുബൂസിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് നല്ല പ്രസ് ചെയ്തിട്ട് വേണം ഈ സാധനം ചെയ്യാൻ. നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ശരിക്കും ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തു. അങ്ങനെ നമ്മൾ 3 ഷവർമയാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ള അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മൾ അത്യാവശ്യം സ്പൈസിയുള്ള നല്ലൊരു ഷവർമയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തു. ഇതിൽ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ, ഇതെല്ലാം കുക്കായ ഐറ്റം തന്നെയാണ്. പച്ചക്കറികളൊന്നും ഇതൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മൾ മസാലകളെല്ലാം നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്തു. ഇനി നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. വേറെ ഒരു ഇതുമില്ല. മയോണൈസിൻ്റെയും ചിക്കൻ്റെയും നല്ലൊരു ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അല്പം വെജിറ്റബിൾ ഓയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെജിറ്റബിൾ തളിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ പാനിലിട്ട് തന്നെ നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഷവർമ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണത്. നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുക.